സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശരത്തിൻ്റെയും കൂട്ടാളികളുടെയും കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി വരുവാണ് കേട്ടോ പ്രിയങ്കയുടെ തൊട്ട് പിന്നാലെ തന്നെ ശരത്ത് ഏർപ്പാടാക്കിയ ഗുണ്ടകൾ വാളും മറ്റുമായിട്ട് പ്രിയങ്കയെ കൊല്ലാനായിട്ട് പിന്നാലെ തന്നെ ഓടുന്നുണ്ട്. ഈ സമയത്തായിരിക്കും വഴി വെച്ച് പ്രിയങ്ക ദേവനെ കാണുന്നത്. അങ്ങനെ അച്ഛൻ്റെ അരികിലേക്ക് ഓടിച്ചെന്ന് തന്നെ കുറേ പേരെ കൊല്ലാൻ വരുവാന്ന് പറയുവാണ്. അങ്ങനെ ദേവൻ പ്രിയങ്കയും കൂട്ടി അവിടെ നിന്ന് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവരുടെ പിന്നാലെ തന്നെ ഗുണ്ടുകളും ചെല്ലുന്നുണ്ട്. ഈ സമയം അതുവഴി വന്ന ഒരു ഓട്ടോയ്ക്ക് കൈ കാണിക്കുകയും അതിലുള്ളവരോട് സഹായം ചോദിക്കുകയും ചെയ്യുവാണ്. അങ്ങനെ അവരുടെ സഹായത്താൽ ആ ഗുണ്ടകളെല്ലാം വിരട്ടി ഓടിക്കുവാണ് അവരെല്ലാവരും കൂടി ചേർന്ന്. അങ്ങനെ തങ്ങളെ കൃത്യസമയത്ത് രക്ഷിച്ചതിന് ദേവനും പ്രിയങ്കയൊക്കെ ആളുകളോട് നന്ദി പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രാത്രിയിലെ പൂജയൊക്കെ അവസാനിച്ച് വ്രതമെല്ലാം തീർന്നു കഴിയുമ്പോൾ രാധിക കണ്ണടച്ച് ഭഗവാന് മുമ്പിൽ തൊഴുവാണ്. അതിനുശേഷം കണ്ണു തുറന്ന് നോക്കുന്ന രാധിക കാണുന്നത് തൻ്റെ മുമ്പിൽ ഭഗവാൻ പ്രസാദം ഇട്ട് തന്ന ആ ഒരു പൂവിരിക്കുന്നതാണ്. അത് കാണുമ്പോൾ രാധികക്ക് ഒത്തിരി സന്തോഷമാകുവാണ് കേട്ടോ. അങ്ങനെ സന്തോഷത്തോടെ രാധിക പൂവ് എടുത്ത് അമ്പലത്തിൽ നിന്നും കണിമംഗലത്തേക്ക് പുറപ്പെടുവാണ്. പിന്നീട് കാണിക്കുന്നത് ഓടി ഓടി ആവശ്യമായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയങ്കേനെയും ദേവനെയുമാണ് കേട്ടോ. ഈ സമയം ദേവൻ ദേഷ്യത്തിൽ തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം പ്രിയങ്കയോട് പറയുന്നുണ്ട്. അങ്ങനെ അച്ഛൻ്റെ ആ വാക്കുകളൊക്കെ കേട്ട് മറുത്തൊന്നും പറയാനാവാതെ തനിക്ക് പറ്റിയ ചതിയെല്ലാം തിരിച്ചറിഞ്ഞ് ആകെ സങ്കടത്തിലിരിക്കുകയാണ് പ്രിയങ്ക. എന്നിട്ട് പ്രിയങ്ക കരഞ്ഞോട് ചോദിക്കണേ, അച്ഛാ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? അന്നേരം ദേവൻ സങ്കടത്തോടെ പറയണേ, നീ എവിടേക്ക് വേണമെങ്കിലും പോക്കോ, എനിക്കൊരു കുഴപ്പമില്ല. ആ കുടുംബത്തിലുള്ള എല്ലാവരും നിന്നെ വിശ്വസിച്ച് നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ചതല്ലേ, എന്നിട്ട് അതുപോലെ കണക്കിലെടുക്കാതെയല്ലേ നീ നിൻ്റെ സ്വപ്നം നടത്താനായിട്ട് ഒരു കത്ത് എഴുതി വെച്ച് ഞങ്ങളെല്ലാവരും ഇത്രയും നേരം തീറ്റിച്ച് പോയി കളഞ്ഞത്. അന്നേരം അച്ഛൻ്റെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ മറുപടി ഒന്നും പറയാനാവാതെ തലയും താഴ്ത്തിരിക്കുകയാണ് പ്രിയങ്ക. പിന്നീട് കാണിക്കുന്നത് റൂമിലിരുന്ന് സംസാരിക്കുന്ന കൽപ്പനേനെയും ഉർവശിനെയും ഗൗതമിനെയും ഒക്കെയാണ് കേട്ടോ. അങ്ങനെ പ്രിയങ്കയെ കൊല്ലാനായിട്ട് അമ്പലത്തിൽ പോയിട്ട് തോറ്റ് തുന്നമ്പാടി ഗൗതം തിരികെ വന്നല്ലോ. അതും പറഞ്ഞ് കൽപ്പന ഗൗതത്തിനോട് ദേഷ്യപ്പെടുവാണ്. നിന്നെ ഒരു പണി ഏൽപ്പിച്ചാൽ പോലും അത് വൃത്തിയായിട്ട് നീ ഇതുവരെ ചെയ്തിട്ടില്ല. വ്രതവും അവസാനിപ്പിച്ച് ക്ഷേത്രത്തിലെ പ്രസാദവുമായിട്ട് അവൾ ഈ വീട്ടിൽ തിരികെ എത്തുന്നതോടെ പിന്നെ അവളുണ്ടല്ലോ ഈ കണിമംഗലത്തെ രാജ്ഞിയാവും. അതോടെ അച്ഛനും അമ്മയും മുത്തശ്ശിയൊക്കെ അവളെ കൂടുതൽ തലയിലെടുത്ത് വെക്കുകയും ചെയ്യും. പിന്നെ വരുണിനെ ഒരു തലനാറി എഴുത്തൊടാൻ പോലും നമ്മളെ കൊണ്ട് ആർക്കും ആവില്ല. നമ്മളെല്ലാവരും കൂടി കണ്ട സ്വപ്നങ്ങളെല്ലാം വെള്ളത്തിലാവും. പിന്നീട് കാണിക്കുന്നത് രാധിക ക്ഷേത്രത്തിൽ നിന്ന് ഭഗവാൻ തന്ന ആ ഒരു പ്രസാദവുമായിട്ട് കണിമംഗലത്ത് എത്തുന്നതാണ്. അങ്ങനെ സന്തോഷത്തോടെ അതുമായിട്ട് കണിമംഗലത്തേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കട്ടോ രാധിക. ഈ സമയം ഈ കാഴ്ച കൊണ്ട് സുകുമാരിയമ്മയും ഈശ്വരയും രാധികയുടെ അരികിലേക്ക് ചെല്ലുവാണ്. എന്നിട്ട് മുത്തശ്ശി ചോദിക്കണേ, പ്രിയങ്ക ഇവിടെ ഇല്ലാത്ത അവസരത്തിൽ ഇതുകൂടെ ഇങ്ങോട്ട് എഴുന്നള്ളിക്കഴിഞ്ഞാൽ കണിമംഗലത്തെ മരുമകളായിട്ട് കയറി പറ്റാമെന്ന് വിചാരിച്ചോടി നീ? അതിന് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല, വാടി ഇവിടെ എന്നും പറഞ്ഞ് രാധികയുടെ കൈ പിടിച്ച് നിർബന്ധിച്ച് വലിച്ചുകൊണ്ട് ഔട്ട് ഹൗസിലേക്ക് പോകാൻ തുടങ്ങുമായിരിക്കോട്ടെ മുത്തശ്ശി. ഈ സമയം മറുത്തൊന്നും പറയാതെ യശോദയും അരികിൽ നിൽക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു പോകാനായിട്ടിരിക്കുന്ന സമയത്തായിരിക്കും കേട്ടോ ഓട്ടോറിക്ഷയിൽ അവിടെ എത്തുന്ന ദേവനെയും പ്രിയങ്കയും കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്